ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ലതിക രാവിലെ തന്നെ അരിയും കറിയുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, നല്ലൊരു ഹെയർ പാക്കും കൂടി ഉണ്ട്. അതും കൂടെ നിങ്ങൾ കണ്ട് അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കാണ്. നിങ്ങൾ കാണാതിരിക്കരുത്. അത് ഞാൻ വഴിയെ കാണിക്കുന്നതായിരിക്കും. അത് ഞാനിതാ എന്താണ് ചെയ്യണമെന്നറിയുമോ, രസത്തിന് വേണ്ടി വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഒന്ന് തല്ലിയെടുക്കുന്നതാണ്. ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് തള്ളിയെടുത്തു. അരിയെല്ലാം വടിച്ചു കഴിഞ്ഞു. രാവിലെ തന്നെ അടുക്കള ജോലികളെല്ലാം തകൃതിയിലാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമില്ലേ? നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? എല്ലാവരും ചൂട് കാലമായതുകൊണ്ട് സുഖമായിരിക്കണുണ്ടോ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ ചാളക്കറി വയ്ക്കാൻ പോവേണ് കേട്ടോ. ചെറിയ ഉള്ളിയും ആദ്യം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാമായിട്ടൊന്ന് മൂപ്പിക്കാം. അത് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, ഉലുവ ഇതെല്ലാം തട്ടി കൊടുക്കാം. അതെല്ലാം തട്ടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് പുളിവെള്ളം ഒന്നൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി പുളിവെള്ളം കൂടി നല്ലവണ്ണം പിഴിഞ്ഞൊഴിച്ച് തിളച്ചതിന് ശേഷം നമുക്ക് ചാളയെ വാരിയിട്ട് കൊടുക്കാം. ചാള വാരിയിട്ടതിന് ശേഷം നമുക്ക് പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും കൂടി തട്ടി അടച്ചു വെച്ച് നല്ലവണ്ണം ചാളക്കറി ഉണ്ടാക്കാം. അങ്ങനെ ഇന്ന് തേങ്ങ അരയ്ക്കാത്ത മുളകിട്ട ചാളക്കറി വെച്ച് കഴിഞ്ഞു. ചൂരമീൻ ഫ്രൈക്ക് വേണ്ടി റെഡിയായി. ചെറുപയർ തോരന് വേണ്ടിയതെല്ലാം റെഡിയാക്കി വെച്ചു കഴിഞ്ഞു. പിന്നെ രസം വയ്ക്കണം. പിന്നെ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വച്ചു, കട്ടൻ ചായ ഇടാൻ വേണ്ടി. പിന്നെ ഞാൻ രസം വെച്ചപ്പോൾ എല്ലാ ഭാഗവും എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. രസത്തിനെല്ലാം ഇട്ടു, പക്ഷേ രസം തിളപ്പിക്കണതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് ചെറുപയർ തോരൻ കടുക് വറുത്തു റെഡിയാക്കിയെടുത്തു. അത് കഴിഞ്ഞ് ഞാനിതാ ഹെയർ പാക്കിലോട്ട് പോവേണം. നമ്മളെ ഹെയർ പാക്കിൻ്റെ ആളാണ് ഇതാണ് കേട്ടോ. നമ്മളെ നവരയില, നിങ്ങളുടെ പനിക്കുറുക്കയില, അത് നല്ലവണ്ണം അരച്ചതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് തൈരൊഴിച്ച് കൊടുത്തു. രണ്ടും കൂടി മിക്സ് ചെയ്ത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ അകാല നരയ്ക്ക് സൂപ്പറാണ്. മുടി കൊഴിച്ചിൽ അതിനേക്കാൾ സൂപ്പറാണ്. മുടി വളരാനും മുടിക്ക് ലെങ്ത് ഉണ്ടാവാനും ഒക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. നിങ്ങളെല്ലാവരും നോക്കണം. നല്ല തൈരും ഇതൊക്കെ കൂടി തേക്കുമ്പോൾ നല്ല കുളിർമയാണ് കേട്ടോ തലയിലേക്ക്. പിന്നെ മുടിക്ക് നല്ല കറുപ്പുണ്ടാവും. ചെറിയ ചെറിയ നരകളൊക്കെ ഇതിൽ നിന്ന് മാറിപ്പോകും. അകാല നരയ്ക്ക് ഉത്തമമായ പാക്കുകളാണ് ഇതൊക്കെ. അങ്ങനെ ഞാൻ കണ്ടോ, ഈ മുടിയെല്ലാം ഇന്നും സംരക്ഷിക്കണേ ഇതേപോലെയുള്ള പാക്കുകളൊക്കെ ഉപയോഗിച്ചാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ടാറ്റാ.